അരീക്കൽ വാട്ടർഫോൾസ് കണ്ട് തിരിച്ചു വന്ന വഴിക്കാണ് ഈ കൊച്ചരിക്കൽ ഗുഹയുടെ ഒരു ബോർഡ് കണ്ടത് റോട്ടിൽ. എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കി കളയാമെന്ന് വിചാരിച്ചത്. ഞങ്ങളിപ്പോൾ അത് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാട്ടോ. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞങ്ങൾ അതിലൂടെ അല്ലാട്ടോ ഇറങ്ങണത്, ഇപ്പുറ സൈഡിൽ വേറൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങിപ്പോണ ഒരു ഫീലിംഗ് ഉണ്ടാവും. മറ്റേതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകളാണ്, സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലാണ് ഇറങ്ങണത്. അപ്പോൾ ഇതിലിറങ്ങി അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നടന്നു പോണ വഴിയാണ് ഇട്ടത്. 2 വലിയ മരങ്ങൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വേരുകൾക്കൊക്കെ ഭയങ്കര വണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കുളമാണ് കേട്ടോ. ഈ കുളത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ കേവ്സ് വന്നത് കേട്ടോ. ചെരീക്കൽ ഗുഹ എന്നുള്ള ബോർഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തോ വലിയ വലിയ ഗുഹയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെ വലിയ ഒരു ഗുഹയൊന്നും അല്ല. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഒരു വലിയൊരു പാറ നിൽക്കേണ്ട അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഗുഹ പോലൊരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പോകാനൊന്നും പറ്റുമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ മുകളിൽ കാണാൻ ചെറിയ ചെറിയ ഗുഹകളാണ്. പക്ഷെ അതിലേക്കൊന്നും കയറാൻ പറ്റൂല. ജസ്റ്റ് പുറമേന്ന് ഇങ്ങനെ കാണാൻ മാത്രമാണ് പറ്റുള്ളൂ. പിന്നെ എല്ലാവരും വന്നത് ഇതേ കുളത്തിൽ ചാടി ഇങ്ങനെ മറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നീന്താൻ അറിയാവുന്നവർക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് നീന്താൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പുറമെ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ കൊച്ചരിക്കൽ ഗുഹയുടെ വഴി എന്ന് പറഞ്ഞാൽ നിറയെ വീടുകളാണ് കേട്ടോ. നമ്മൾ ഗുഹ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണതാണ്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇതിപ്പോൾ അത് ഞങ്ങളിത് കയറി പോണതാണ്. കയറി പോണത് തന്നെ ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണെന്ന് പറയാം.